ആണവോർജ്ജ രംഗത്ത് അതിനിർണായക ചുവടുവയ്പ്പിനൊരുങ്ങി ഇന്ത്യ. കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് ആണവ ഇന്ധനം നിറയ്ക്കാൻ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അനുമതി നൽകി. ഇതിനു പിന്നാലെ നിയന്ത്രിത ചെയിൻ റിയാക്ഷൻ ആരംഭിക്കും. ഇന്ത്യയുടെ സ്വാശ്രയ ആണവോർജ്ജ പദ്ധതിക്ക് ഇത് ഒരു നാഴികക്കല്ലാണെന്നും PFBR സുരക്ഷിതമായ റിയാക്ടറാണെന്നും അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാൻ ദിനേഷ് കുമാർ ശുക്ല പറഞ്ഞു. പ്ലൂട്ടോണിയമാണ് ഇവിടെ ആണവ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. തോറിയം ആദ്യമായി ആണവോർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ഇന്ത്യയിൽ യുറേനിയത്തിന്റെ പരിമിതമായ ശേഖരം മാത്രമാണ് ഉള്ളത്. പ്രകൃതിദത്ത പ്ലൂട്ടോണിയം ഇല്ലാത്തതിനാൽ അറ്റോമിക് പ്ലാന്റുകളിലാണ് അവ നിർമ്മിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ തോറിയത്തിന്റെ വലിയ ശേഖരവുമുണ്ട്. അതിനാൽ തോറിയം ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. തോറിയം ഇന്ധനമായി ഉപയോഗിക്കാനായാൽ രാജ്യത്തിന് ഊർജ്ജ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനാവുമെന്നും ഊർജ്ജത്തിന്റെ അക്ഷയപാത്രം ആയിരിക്കും അതെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനാവുന്ന റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഇക്കാരണത്താലാണ് അളവറ്റ ഊർജ്ജ സ്രോതസ്സായി ഇത്തരം റിയാക്ടറുകളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 39 വർഷങ്ങളായി ഒരു ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 2003 ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ ന്യൂക്ലിയർ റിയാക്ടറായ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിക്കുന്നതിന് ഭാരതീയ നാഭിക വിദ്യുത് നിഗം ലിമിറ്റഡിന് രൂപം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ 20 വർഷക്കാലമായി PFBRന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയും സങ്കീർണമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റിയാക്ടർ മറ്റൊരു രാജ്യത്തിനും ഇല്ല. ആത്മനിർഭർ ഭാരത് എന്ന ആശയം മുൻനിർത്തി ഭവനി പൂർണ്ണമായും തദ്ദേശീയമായാണ് PFBR വികസിപ്പിച്ചെടുത്തത്. 5677 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരുന്നതെങ്കിലും അതും മറികടന്ന് 6740 കോടി രൂപയോളം പദ്ധതിക്ക് ചെലവാക്കി. MSMEകൾ ഉൾപ്പെടെ 200-ലധികം ഇന്ത്യൻ വ്യവസായങ്ങളിൽ നിന്നുള്ള സംഭാവനകളും പദ്ധതിക്ക് ഉണ്ട്. കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ശേഷം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വാണിജ്യപരമായി പ്രവർത്തിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.